നമസ്കാരം. സ്വന്തം വീടിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരു വീടിൻ്റെയോ ഗുണദോഷം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുവാനുള്ള ഒരു എളുപ്പ വഴി ഉള്ള ഒരു സെക്ഷൻ വീഡിയോ ആണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. ഇത് മൊത്തം 11 വീഡിയോകൾ ഇതിനകത്ത് ഉണ്ടാവും. അതിൽ 4 വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇത് 5ാമത്തെ വീഡിയോയാണ്. ഓരോ വീഡിയോയ്ക്ക് മുകളിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മുൻ വീഡിയോകൾ കാണാത്തവർ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. വീഡിയോയിലെ വിവരം, അതിൻ്റെ ആൻസറും അതിൻ്റെ ഗ്രേഡ് അല്ലെങ്കിൽ മാർക്ക് നിങ്ങൾ കുറിച്ച് വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് 11ാമത്തെ വീഡിയോയിൽ നിങ്ങളുടെ ഗൃഹത്തിൻ്റെ ഗുണദോഷം അറിയാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ കഴിയുന്നതും കുറിച്ച് വയ്ക്കുക. പിന്നൊരു കാര്യം പ്രധാനമായും പറയാനുള്ള, ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുകയും ചെയ്താൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ യഥാസമയം നിങ്ങളുടെ ഫോണുകളിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഇക്കാര്യം നിങ്ങൾ മറക്കാതെ ചെയ്യാൻ ശ്രമിക്കുക. ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ വീട്ടിൽ കുട്ടികൾക്കായി സജ്ജീകരിക്കുന്ന കിടപ്പ് മുറി എവിടെ എന്നുള്ളതാണ്. അപ്പോൾ അത് കിടപ്പ് മുറി നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ നിർമ്മാണം ചെയ്ത സമയത്ത് കുട്ടികൾക്കുള്ള ബെഡ്റൂം നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാകും. അല്ലെങ്കിൽ ഇപ്പോൾ മറ്റൊന്നായിരിക്കും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതോ ആയിക്കോട്ടെ, ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്നത് അനുസരിച്ചാണെങ്കിൽ അങ്ങനെ നോക്കുക. അല്ലെങ്കിൽ വാങ്ങാൻ പോകുന്ന ഗൃഹത്തിൻ്റെ പ്ലാനിന് അനുസരിച്ചാണെങ്കിൽ അതിൽ മനസ്സിലാക്കുക, കുറിച്ച് വയ്ക്കുക. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് 8 ആൻസറുകളാണ് ഇതിലുള്ളത്. ഈ കുട്ടികളുടെ കിടപ്പ് മുറി എവിടെയൊക്കെ ആയിരിക്കണം എന്നുള്ളത്. ആ 8 ആൻസറും അതിൻ്റെ മാർക്കും ഗ്രേഡും നിങ്ങൾ കുറിച്ച് വയ്ക്കുക. ആ ഗ്രേഡിനും മാർക്കിനുമാണ് പ്രാധാന്യം. അത് വളരെ ശ്രദ്ധിക്കുക. അത് കുട്ടികളുടെ കിടക്ക മുറി വടക്കു പടിഞ്ഞാറ് ദിശയിലെ മുറിയിലാണ് സജ്ജീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ നിർമ്മാണത്തിന് അല്ലെങ്കിൽ ആ നമ്മുടെ തീരുമാനത്തിന് 8 മാർക്ക് അല്ലെങ്കിൽ 8 ഗ്രേഡ് കൊടുക്കാം. രണ്ടാമതായി തെക്ക് കിഴക്ക് ഭാഗത്താണ് സജ്ജീകരിച്ചിട്ടുള്ളതെങ്കിൽ അതിന് 7 മാർക്ക് നൽകാം, അല്ലെങ്കിൽ 7 ഗ്രേഡ് നൽകാം. മൂന്നാമതായി അത് വടക്ക് ദിശയിൽ ഉള്ള മുറിയിലേക്കാണ് നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ 6 മാർക്ക് നൽകാം. 6 മാർക്ക് അല്ലെങ്കിൽ 6 ഗ്രേഡ്. അടുത്ത് കിഴക്ക് വശത്താണ് നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് 5 മാർക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അടുത്ത് അഞ്ചാമത്തെ വടക്ക് കിഴക്കാണെങ്കിൽ അതിന് 4 മാർക്ക് കൊടുക്കാം. അടുത്ത് പടിഞ്ഞാറ് വശത്താണെങ്കിൽ അതിന് 3 മാർക്ക് കൊടുക്കാം. തെക്ക് വശത്താണെങ്കിൽ 2 മാർക്ക് കൊടുക്കാം. അടുത്ത് തെക്ക് പടിഞ്ഞാറാണ്, അതായത് കന്യമൂലയിലായിട്ടാണ് കുട്ടികൾക്ക് കൊടുത്തിട്ടുള്ളതെങ്കിൽ അതിന് 1 മാർക്ക് കൊടുക്കാം. ഇത് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട, ഏറ്റവും കൂടുതൽ ഗ്രേഡ് അല്ലെങ്കിൽ മാർക്ക് ഉള്ളതാണ് നമുക്ക് ഏറ്റവും ഗുണമായ ഭാഗം എന്ന് മനസ്സിലാക്കിയിരിക്കുക. മറ്റ് വീഡിയോകളിൽ ഈ പ്രശ്നം പറഞ്ഞിട്ടില്ല, എന്നാൽ അതുകൂടെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അതുകൊണ്ടാണ് നിങ്ങൾ മറ്റ് വീഡിയോ മുന്നുള്ള 4 വീഡിയോയും കണ്ടിട്ടേ ഇത് കാണാവൂ എന്ന് പറയുന്നത്. അതുകൊണ്ട് മറ്റ് വീഡിയോ കാണുമ്പോഴത്തേക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, കണ്ടിട്ട് ഫോളോ ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ പൂർണ്ണമായ ഒരു ആൻസർ ലഭിക്കുകയുള്ളൂ. ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വേണ്ടപ്പെട്ടവർക്ക് ഈ വിഷയം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. അവർക്കും ഉപകാരപ്പെടട്ടെ എന്നുള്ള ഒരു നല്ല ചിന്തയിൽ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത്തരം ഒരു വീഡിയോ നിങ്ങൾക്ക് കിട്ടാൻ, അല്ലെങ്കിൽ ഒരു അറിവ് നിങ്ങൾക്ക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഈ ഒരു ഞങ്ങൾ ആദ്യമായിട്ടാണ് തരുന്നതെന്ന് ഉറച്ച വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഇത് നിസ്സാരമായി കാണരുത്. ഈ വീഡിയോ നിങ്ങൾ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത് 6ാമത്തെ ക്വസ്റ്റ്യനും അതിനുള്ള ആൻസറുമായിട്ട് കാണും വരെ നമോ വന്ദനം.